നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണം കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമോ ഇല്ലയോ എന്നുള്ള വാദത്തിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വിധി പറയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. CBI അന്വേഷണം എതിർത്തുകൊണ്ട് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് കുറ്റമറ്റ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ വിധവയായ കോന്നി തഹസിൽദാരായിരുന്ന മഞ്ജുഷ ഈ കേസിൽ തങ്ങൾക്ക് ന്യായമായ ചില സംശയങ്ങളുണ്ടെന്നും ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ അകറ്റുന്നതിന് കേരള പോലീസിൻ്റെ അന്വേഷണം കൊണ്ട് കഴിയില്ല എന്നും അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ബെഞ്ചിലായിരുന്നു ഈ കേസ് ആദ്യം വാദം കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിലേക്ക് കേസ് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് വിധി വരും, CBI അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതാണ്, കാത്തിരുന്ന് അറിയേണ്ടതാണ്. ഇതിനിടയിൽ നാടകീയമായ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് ഒരു നോട്ടീസ് പോയിട്ടുണ്ടായിരുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള എല്ലാ തെളിവുകളും സംരക്ഷിക്കപ്പെടണമെന്നും കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെയും നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന പ്രസംഗം നടത്തിയ PP ദിവ്യയുടെയുമെല്ലാം ഫോണുകളും ടവർ ലൊക്കേഷനുകളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് കേസിൽ നിർണായകമായ തെളിവ് തന്നെയാണ്. ഇതുപോലുള്ള എല്ലാ ഡിജിറ്റൽ തെളിവുകളും സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മഞ്ജുഷ നൽകിയിരുന്ന ഹർജിയിന്മേൽ വാദം കേട്ട ശേഷം കോടതി കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും TV പ്രശാന്തിനും PP ദിവ്യയ്ക്കും നോട്ടീസ് അയക്കുകയുണ്ടായി. എന്നാൽ ഈ നോട്ടീസിന് TV പ്രശാന്തിനും PP ദിവ്യയും എന്തും മറുപടി നൽകിയിരുന്നു എന്നുള്ളത് അറിയില്ല. മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയും നമ്മൾ അറിയുന്നത്. എന്നാൽ ഇന്ന് താൻ ഈ വിഷയത്തിൽ തൻ്റെ ഫോണുകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് അറിയിച്ചിരിക്കുന്നത്. താൻ ഈ കേസിൽ കക്ഷിയല്ല എന്നുണ്ടെങ്കിൽ പോലും ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുന്നതിൻ്റെ ഭാഗമായി കോടതിയുടെ ഭാഗത്തു നിന്നും തൻ്റെ ഫോണുകളും തൻ്റെ ടവർ ലൊക്കേഷനുകളുമെല്ലാം കോടതിയിൽ സമർപ്പിക്കണം, അത് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും താൻ കോടതിയുമായി സഹകരിക്കാൻ തയ്യാറാണ്. തൻ്റെ ഫോൺ കോടതിയിൽ തരുവാനായി അല്ലെങ്കിൽ തൻ്റെ കോൾ ഡീറ്റെയിൽസും തൻ്റെ ടവർ ലൊക്കേഷനുകളുമെല്ലാം കോടതിയിൽ സമർപ്പിക്കുവാൻ താൻ തയ്യാറാണ് എന്നാണ് കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കേസിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥൻ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാൾക്ക് എങ്ങനെ പെട്രോൾ പമ്പ് തുടങ്ങാൻ സാധിക്കും എന്നുള്ളത് അറിയില്ല. എങ്കിലും TV പ്രശാന്തൻ എന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് കണ്ണൂർ ചെങ്ങളായിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി ADM നവീൻ ബാബുവിന് NOCക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് 1.5 കോടി രൂപ മുതൽ അല്ലെങ്കിൽ 2.5 കോടി രൂപ വരെ മുതൽ മുടക്കി TV പ്രശാന്തിന് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുവാനുള്ള സാധ്യതയുള്ളത്. അതിനുള്ള വരുമാനം എന്താണ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും പോലീസ് ഇതുവരെയും അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിൻ്റെ NOC കൊടുക്കാൻ വൈകിയതിലുള്ള ഒരു അമർഷമാണ് PP ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ കയറി ചെന്ന് ആക്ഷേപകരങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും നവീൻ ബാബു TV പ്രശാന്തിൽ നിന്നും 98,500 രൂപ, ഏതാണ്ട് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നൊക്കെ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് നവീൻ ബാബുവിന് പരസ്യമായി ജില്ലാ കളക്ടറുടെ മുന്നിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിലും വെച്ചും ആക്ഷേപിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായത്. ഈ മനോവിഷമം മൂലമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് CPMും CPMൻ്റെ കുഴലൂത്തുകാരും ഇപ്പോൾ പാടിക്കൊണ്ട് നടക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ആഴ്ചയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഡിജിറ്റൽ തെളിവുകൾ ഈ കേസിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഹർജിയെ തുടർന്ന് TV പ്രശാന്തിനും PP ദിവ്യയ്ക്കും കളക്ടർക്ക് നോട്ടീസ് അയച്ചെങ്കിലും കളക്ടർ മാത്രമാണ് ഇപ്പോൾ കോടതിയിൽ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. TV പ്രശാന്തിനും PP ദിവ്യയും ഒരു കാരണവശാലും കോടതിയെ സമീപിച്ചിട്ടില്ല, മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം വേണമോ ഇല്ലയോ എന്നുള്ള ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി കൗസർ എടപ്പകത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അരുൺ വിജയൻ എന്ന ജില്ലാ കളക്ടർ ഇപ്പോൾ തൻ്റെ ഫോണുകളെല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ്, തൻ്റെ ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. വരുന്ന ആളുകളിൽ ഈ കേസിൽ പ്രതികളാണ് എന്ന് ആരോപിക്കപ്പെടുന്ന പ്രതിയാക്കി കേസ് എടുത്തിരിക്കുന്ന PP ദിവ്യയും TV പ്രശാന്തിനുമെല്ലാം കോടതിയിൽ തങ്ങളുടെ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.